പ്രിയമുള്ളവരെ, 1969 ഒരു കഥ പറഞ്ഞു തുടങ്ങാം. കാലിഫോർണിയ സർവകലാശാലയിലെ യുവ എഞ്ചിനീയർ ചാർലി ക്ലൈൻ ഒരു ചരിത്ര ഉദ്യമത്തിനുള്ള തിരക്കിലായിരുന്നു. സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് 70 കിലോമീറ്ററുകളോളം അകലെയുള്ള സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കമ്പ്യൂട്ടറിലേക്ക് ഒരു സന്ദേശം അയച്ചു. ലോഗിൻ LOGIN എന്നായിരുന്നു ആ സന്ദേശം. എന്നാൽ LO എന്നീ അക്ഷരങ്ങൾ മാത്രമാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത്. പാതി പരാജയപ്പെട്ടെങ്കിലും അതൊരു തുടക്കമായി. ഇന്റർനെറ്റിന്റെ മുൻഗാമിയായ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർപ്പാനെറ്റിന്റെ തുടക്കമായിരുന്നു അത്. 5Gയുടെ അതിവേഗ കാലത്ത് ഇന്റർനെറ്റിലൂടെ ചീറിപ്പായുന്ന അസംഖ്യം സന്ദേശങ്ങളുടെ മുൻഗാമിയാണ് ഈ LO എന്നുള്ളത്. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദേശം കൈമാറിയിരിക്കുന്നതും ഈ LOയിൽ തുടങ്ങുന്നൊരു വാക്കിലായിരിക്കും, അല്ലേ? ആദ്യ ഇന്റർനെറ്റ് സന്ദേശം അയച്ചതിന്റെ 56ാം വാർഷികമാണിത്. ഇന്റർനെറ്റിന്റെ സാധ്യതകൾക്കൊപ്പം അവയുടെ ദുരുപയോഗം വരുത്തിവെക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനാചരണത്തിനുള്ള ലക്ഷ്യമിടുന്നത്. നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ ഇന്റർനെറ്റിന്റെ മായാലോകത്താണ്. പക്ഷേ ശ്രദ്ധിക്കണം, പല ചതിക്കുഴികളും ഒളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഇന്റർനെറ്റ് ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കൂടുതൽ ഇന്റർനെറ്റിനും മൊബൈൽ ഫോണിനും വാട്സപ്പുകൾക്കും സാമൂഹിക മാധ്യമങ്ങൾക്കും ഇൻസ്റ്റാഗ്രാമുകൾക്കും മറ്റ് അനേകം സാമൂഹിക മാധ്യമ ടൂളുകൾക്കും അഡിക്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൽ ക്രമേണ ഒരു മന്ദഭാവം രൂപപ്പെടുകയും നിങ്ങൾക്ക് കൂടുതൽ വായിക്കാനും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും കൂടുതൽ വ്യക്തിപരമായി സന്തോഷിക്കാനുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. അതാണ് തിയറിയും സിദ്ധാന്തങ്ങളും ഒക്കെ പറയുന്നത്. പ്രത്യേകിച്ച് പുലർച്ചെയൊക്കെ രാവിലെ എഴുന്നേറ്റ് മൊബൈൽ ഫോണിലൂടെ നോക്കി ഈ ഇന്റർനെറ്റിന്റെ ലോകത്തിലേക്ക് കടക്കുന്നവർ പെട്ടെന്ന് ഡിപ്രസ്ഡായി പോകുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ഇനി അതല്ല, റിപ്പോർട്ടർ TV പോലെ ഒരു വാർത്താ ചാനലാണ് നിങ്ങൾ വാർത്തകൾ അറിയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതൊന്ന് മാറ്റിവെച്ച് അതിൻ്റെ വോളിയം കൂട്ടിവെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലികളൊക്കെ ചെയ്യുക. ഓർമ്മിപ്പിക്കുന്നു, ഇന്റർനെറ്റ് നമുക്ക് സാധ്യതയുമാണ്, അതേസമയം വലിയ വലിയ പരിമിതിയുമാണ്.